ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ചകളിലൊന്നാണ് എമ്പുരാൻ വേഴ്സസ് ലിയോ. അതിപ്പോൾ ഫാൻ ഗ്രൂപ്പ്സ് എടുത്താലും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ ആയാലും പിന്നെ ന്യൂസ് ചാനൽസ് വരെ ഏറ്റവും വലിയ ചർച്ചയാണ് എമ്പുരാൻ ലിയോയുടെ കളക്ഷൻ തകർക്കും എന്നുള്ളത്. കളക്ഷൻ എന്ന് പറയുമ്പം വേൾഡ് വൈഡ് കളക്ഷൻ ഒന്നുമില്ല, അതെന്തായാലും എമ്പുരാൻ തകർക്കാനൊരു ചാൻസും ഇല്ല. കേരളത്തിലെ ഫസ്റ്റ് ഡേ കളക്ഷൻ എന്ന് വെച്ചാൽ എമ്പുരാൻ്റെ 12 കോടി എന്നുള്ള എമ്പുരാൻ്റെ അല്ല, ലിയോയുടെ 12 കോടി എന്നുള്ള കളക്ഷൻ എമ്പുരാൻ തകർക്കും എന്നുള്ളതാണ് മിക്ക സ്ഥലങ്ങളിലും ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നൊരു വലിയൊരു ചർച്ച. അപ്പം എന്താ പറയുക, നമുക്ക് ലിയോ ആണ് ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തേക്കുന്നത്, ഇവിടെ 12 കോടി. അതേപോലെ തന്നെ അതിനുശേഷം KGF 7.25 കോടി, പിന്നെ ഒടിയൻ 7.22 കോടി, പിന്നെ ബീസ്റ്റ് 6.65 കോടി. ഇതെന്തിനാണ് പറഞ്ഞു വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ KGF ആയിക്കോട്ടെ ലിയോ ആയിക്കോട്ടെ നല്ല പോസിറ്റീവ് റെസ്പോൺസ് വന്ന പടങ്ങളാണ്. KGFൻ്റെ ലിയോയുടെ ഒക്കെ ഹൈപ്പ് എന്ന് വെച്ചാൽ വേറെ ലെവലിൽ ഹൈപ്പായിരുന്നു. ഇപ്പോൾ KGFൻ്റെ എന്നൊക്കെ പറഞ്ഞാൽ ഹൈപ്പും ഉണ്ട്, അതിനനുസരിച്ച് ഗംഭീര പോസിറ്റീവ് കിട്ടിയ പടമാണ് KGF എന്ന് പറയുമ്പോൾ. പക്ഷേ ലിയോ എന്ന് പറയുമ്പം ഹൈപ്പ് ഉണ്ടായിരുന്നു, പക്ഷേ പലയിടത്തും മിക്സ്ഡ് റെസ്പോൺസ് ആയിരുന്നു പടത്തിന് കിട്ടി. എന്നിട്ട് പോലും അത്രയും വലിയ കളക്ഷൻ ആ ഒരു പടം ഇട്ടു. പക്ഷേ അതിന് ശേഷമുള്ള 2 പടങ്ങൾ ഒടിയനും ബീസ്റ്റും, ഒടിയനൊക്കെ പറയാൻ ശരിക്കും പറഞ്ഞാൽ ഹൈപ്പ് എന്ന് പറഞ്ഞാൽ ഗംഭീര ഹൈപ്പായിരുന്നു. ഒടിയൻ്റെ ഒക്കെ അത്ര ഹൈപ്പ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എമ്പുരാൻ ഇല്ല. ഒടിയൻ്റെ ഒക്കെ അത്ര ഹൈപ്പ് ഇപ്പോൾ എമ്പുരാൻ ഉണ്ടായിരുന്നു. നമുക്ക് ഈസി ആയിട്ട് പറയാമായിരുന്നു ഈ എന്താ പറയുക ഫസ്റ്റ് ഡേ റെക്കോർഡ് എമ്പുരാൻ തന്നെ ഇടും എന്നുള്ളത് നമുക്ക് പറയാമായിരുന്നു. ഒടിയൻ ആ ടൈമിൽ എന്താ പറയുക, അന്ന് ഒരു ഹർത്താൽ ദിവസം, അതും ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് അത്ര നെഗറ്റീവ് വന്നിട്ട് പോലും പടം 7 കോടി 22 ലക്ഷത്തോളം കളക്ട് ചെയ്തു. അതും KGFനെക്കാട്ടിലും 2-3 ലക്ഷം അത്രയും മാത്രമേ കുറവുള്ളൂ ഒരു കളക്ഷൻ്റെ കാര്യത്തിൽ. അതാണ് നമ്മുടെ കേരളത്തിൽ ലാലേട്ടൻ എന്ന് പറയുന്നത്. അന്നൊരു ന്യൂസൊക്കെ ഉണ്ടായിരുന്നു, മറ്റേ പാൽപത്രം ഒടിയൻ എന്നിവ ഹർത്താലിൽ നിന്ന് മാറ്റിവെക്കുന്ന ന്യൂസൊക്കെ എല്ലാവരും കേട്ടാണല്ലോ, എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. അപ്പം അതാണ് കേരളത്തിൽ മോഹൻലാൽ. പിന്നെ അതേപോലെ തന്നെ ബീസ്റ്റിൻ്റെ കാര്യം ഇതേപോലെ തന്നെയാണ്. ഗംഭീര ഹൈപ്പായിരുന്നു ട്രെയിലറൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട്. പക്ഷേ പടം ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ ഗംഭീര നെഗറ്റീവാണ് പടത്തിന് കിട്ടിയത്. എന്നിട്ട് പോലും 6 കോടി 7 കോടിക്കകത്ത് പടം കളക്ട് ചെയ്തു. അത്ര നല്ല രീതിയിൽ ആ ഒരു പടം കളക്ട് ചെയ്തു. അപ്പോൾ അതാണ് കേരളത്തിൽ വിജയ്ക്കും ലാലേട്ടനും ഉള്ളൊരു സ്റ്റാർഡം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ആർക്കാന്ന് ഒരു സംശയമില്ല, ലാലേട്ടനാണ്. അത് അല്ലാതെ ഇല്ലെന്നൊക്കെ പലർക്കും പറയാം, പക്ഷെ അതാണ് സത്യം. പിന്നെ മറ്റു സംസ്ഥാനത്ത് വേറൊരു സ്റ്റേറ്റിനുള്ള ഒരു ആക്ടറിന് ഏറ്റവും കൂടുതൽ ഫാൻസ് ആർക്കാണെന്ന് ചോദിച്ചാൽ അതും വിജയ്ക്കാണ്, അതിനും ഒരു സംശയമില്ല. അപ്പം എമ്പുരാൻ ലിയോയുടെ ഫസ്റ്റ് FD തൂക്കുമെന്ന് ചോദിച്ചാൽ ഒരു കാരണമുണ്ട്. ഇപ്പോൾ ലിയോ ഇപ്പോൾ 12 കോടി വരാനുള്ളൊരു കാരണം വെച്ചാൽ ഏറ്റവും വലിയ കാരണം തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാർ കേരളത്തിൽ നിന്ന് പടം കണ്ടിട്ടുണ്ട്, കുറേ പേര് കണ്ടിട്ടുണ്ട്. കാരണം തമിഴ്നാട്ടിൽ 9 മണിക്ക് ആയിരുന്നു ഫസ്റ്റ് ഷോ, പക്ഷെ കേരളത്തിൽ 4 മണിക്കായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു 1-2 ഷോ കഴിഞ്ഞിട്ടേ അവിടെ ഷോ തുടങ്ങത്തുള്ളൂ. അതുകൊണ്ട് കുറേ പേര് കേരളത്തിൽ ഒന്ന് പടം കണ്ടു. കേരളത്തിനടുത്തുള്ളവരൊക്കെ കുറേ പേര് കേരളത്തിൽ നിന്ന് പടം കണ്ടു. അതാണ് ഈ എമ്പുരാൻ ശരിക്കും പറഞ്ഞാൽ 12 കോടിയോളം കളക്ട് ചെയ്യാനുള്ള ഏറ്റവും വലിയ കാരണം. അല്ലെങ്കിൽ അത്രയൊന്നും കളക്ട് ചെയ്തില്ല. അല്ലെങ്കിലും ഫസ്റ്റ് ഡേ ഏറ്റവും ഹയസ്റ്റ് ഇപ്പോൾ എമ്പുരാൻ തന്നെ നിന്നേനെ. പക്ഷേ അതൊരു 10 കോടി 9 കോടിക്കകത്തൊക്കെ നിൽക്കത്തുള്ളായിരുന്നു. ഒരു 2-3 കോടിക്കകത്ത് എന്തുമായാലും മറ്റ് തമിഴ്നാട്ടിൽ നിന്നൊക്കെ കണ്ട ആൾക്കാർ വന്ന് കണ്ടുകൊണ്ടാണ് കയറിയത്. അല്ല ഇത്രയും 12 കോടികളൊന്നും വന്ന് എന്തുമായാലും പടം നിൽക്കത്തില്ല. പിന്നെ കാര്യം ചോദിച്ചാൽ പൊട്ടിക്കുമോ എന്ന് ചോദിച്ചാൽ അത് ചാൻസാണ്. നമുക്ക് ഒരു 50-50, ചിലപ്പം പൊട്ടിച്ചേക്കാം അല്ലെങ്കിൽ ഇല്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റൂ. അതിപ്പം ലിയോ ശരിക്കും പറഞ്ഞാൽ 650 സ്ക്രീൻസിലായിരുന്നു ഇറങ്ങിയത് പടം. അതിൽ 3700ഓളം ഷോസും ഉണ്ടായിരുന്നു പടത്തിന് ഫസ്റ്റ് ഡേ. പക്ഷേ എമ്പുരാൻ്റെ കാര്യം നോക്കിയാൽ കേരളത്തിൽ ഇപ്പോൾ മൊത്തം 778 സ്ക്രീൻസ് ഉണ്ട്. അതിനകത്ത് ഇപ്പോൾ എമ്പുരാൻ്റെ റിലീസിന് അടുത്ത് കുറച്ച് സ്ക്രീൻസ് കൂടെ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, അപ്പം അതെല്ലാം കൂടെ ആയിട്ട് ഒരു 730 സ്ക്രീൻസിൽ എന്തുമായാലും എമ്പുരാൻ രാവിലെ തൊട്ട് വൈകിട്ട് വരെ കളിക്കും. പിന്നെ അല്ലെങ്കിൽ ചിലപ്പോൾ അതിലും കൂടുതൽ കാണും. പിന്നെ ബാക്കിയുള്ള എന്താ പറയുക, വീരധീരസുൻ, സിക്കന്ദർ, പിന്നെ അഭിലാഷം എന്ന് പറഞ്ഞൊരു മലയാളം പടമുണ്ട്. അപ്പോൾ അതിനൊക്കെ കുറച്ച് 1-2 ഷോസൊക്കെ എന്തായാലും അവിടെ ഇവിടെയൊക്കെ പോകും. ബാക്കി എന്ത് പറഞ്ഞാലും രാവിലെ തൊട്ട് വൈകിട്ട് വരെ എമ്പുരാനായിരിക്കും എല്ലായിടത്തും. അപ്പോൾ എന്തായാലും ഒരു 4000-4200ഓളം ഷോസ് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഡേ കാണും എമ്പുരാന്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പൊട്ടിക്കത്തില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അതെന്ന് വെച്ച് പൊട്ടിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ നമുക്ക് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് ഇത് പൊട്ടിക്കോ ഇല്ലയോ എന്നൊക്കെ നമുക്കൊരു 2-3 ദിവസം കഴിയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും. കാരണം ഒരു 21-22 എനിക്കൊന്ന് ബുക്കിംഗ് ഓപ്പൺ ആകുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് മേ ബി ഒരു 26-ാം തീയതി റിലീസിന് തലേ ദിവസമൊക്കെ ആകുമ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഇത് FD പൊട്ടിക്കോ ഇല്ലയെന്നൊക്കെ. കാരണം ലിയോയുടെ അഡ്വാൻസ് ബുക്കിംഗ് കേരളത്തിൽ 8 കോടിക്കകത്തായിരുന്നു. അതിൻ്റെ മുകളിലൊക്കെ കയറി എന്താ പറയുക, എമ്പുരാൻ അഡ്വാൻസ് ബുക്കിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിച്ച് പറയാം ഇത് പൊട്ടിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യം. പിന്നെ വേറൊരു കാര്യം, ഇപ്പം പലരും പറയുന്നുണ്ട്
ഈ എമ്പുരാൻ ഇത്ര ഹൈപ്പ് വരാൻ കാരണം പൃഥ്വിരാജ് ഉള്ളതുകൊണ്ടാണ്, മുരളി ഗോപി ഉള്ളതുകൊണ്ടാണെന്നൊക്കെ. അത് സത്യമാണ്, അതും ഒരു കാരണം തന്നെയാണ്. പക്ഷേ എന്നാലോചിച്ച് നോക്കണം, ഇപ്പം മലയാളത്തിൽ വേറെ ഏത് ആക്ടർ എമ്പുരാൻ്റെ അഭിനയിച്ചാലും ഈ ചർച്ചകൾ വരും. ആലോചിച്ച് നോക്കുക, ഈ ലിയോ അല്ലെങ്കിൽ ലിയോയുടെ FD എമ്പുരാൻ പൊട്ടിക്കുന്നുള്ള ചർച്ചകൾ എവിടെയെങ്കിലും വരും? മലയാളത്തിൽ വേറെ ഏത് ആക്ടർ എടുത്തു നോക്കും, എമ്പുരാനിൽ അഭിനയിച്ചാലും ഈ ഒരു ചർച്ചകളെ വരത്തില്ല. അതേപോലെ തന്നെ എമ്പുരാൻ മലയാളത്തിലെ ഏറ്റവും ഹൈയസ്റ്റ് കളക്ട് ചെയ്യാൻ പോകുന്ന പടം എന്നുള്ള കാര്യങ്ങൾ ആരെങ്കിലും പറയൂ? ഇല്ല. അതിന് കാരണം അവിടെ മോഹൻലാൽ ഉള്ളതുകൊണ്ടാണ്. പൃഥ്വിരാജ് തന്നെ ഇതിനകത്ത് അഭിനയിക്കുന്ന വിചാരിച്ചോ ഈ ഇത്രയും ഹൈപ്പ് ഈ പടത്തിന് വരൂ? ഇല്ല. ഈ ഇത്രയും ഹൈപ്പ് ശരിക്കും പറഞ്ഞാൽ ഈ പടത്തിന് വരാൻ കാരണം മോഹൻലാൽ തന്നെയാണ്. പുള്ളി ഇല്ലെങ്കിൽ ഇത്ര ഹൈപ്പൊന്നും ഈ പടത്തിന് വരത്തില്ല. അത് കുറച്ച് പേര് ആലോചിക്കണം. പലരും പറയുന്നുണ്ട് അങ്ങനൊരു കാര്യം. അത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ആൾക്കാർ പറഞ്ഞോളും. അത് വെച്ചിട്ട് അതൊരു കാര്യമൊന്നുമില്ല, ജസ്റ്റ് ചുമ്മാ പറയുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ ഇപ്പോൾ കേരളത്തിലെ ലിയോയുടെ FD പൊട്ടിക്കാനുള്ള ചാൻസ് ശരിക്കും പറഞ്ഞാൽ വളരെ കുറവാണ്. അത് എന്താ പറയുക, പക്ഷേ ഈ ബൈ ചാൻസ് എമ്പുരാൻ ലിയോയുടെ FD പൊട്ടിച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു ചരിത്രമായിരിക്കും. കാരണം ലിയോയ്ക്ക് 12 കോടി വരാൻ കാരണം തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് കണ്ടുകൊണ്ടാണ്. എമ്പുരാൻ എങ്ങാണ് ഒരു 12 കോടി അല്ലെങ്കിൽ അതിന് മുകളിലൊക്കെ കളക്ട് ചെയ്താൽ അതിന് കംപ്ലീറ്റ്ലി കേരളത്തിലുള്ളവർ മാത്രമാണ്. കാരണം കേരളത്തിലുള്ള ആൾക്കാർ മാത്രമായിരിക്കും ആ ഒരു പടം കേരളത്തിൽ നിന്ന് കണ്ടിട്ടുള്ളത്. വേറെ മറ്റ് സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരും കേരളത്തിൽ നിന്ന് എന്തുമല്ല എമ്പുരാൻ കാണാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് വലിയൊരു കാരണം ഒരു സംഭവമായിരിക്കും. കേരളത്തിലുള്ളവർ മാത്രമേ കണ്ടായിരിക്കും അത്രയും കളക്ഷൻ കിട്ടാൻ പോകുന്നത്. ലിയോയ്ക്ക് എന്തെങ്കിലും ഒരു കുറച്ച് കളക്ഷൻ എന്തെങ്കിലും 2-3 കോടിക്കകത്ത് എന്തെങ്കിലും തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്. അങ്ങനൊരു കാര്യമുണ്ട്. പിന്നെ എൻ്റെ കാര്യം പറഞ്ഞാൽ ഞാൻ മോഹൻലാലിൻ്റെയും വിജയൻ്റെയും വേറെ എല്ലാം വലിയ ഫാനാണ്. ഇപ്പം രണ്ട് നടന്നാലും നമുക്ക് വിഷമമുണ്ട് സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ ഇപ്പം ലിയോയുടെ FD പൊട്ടിച്ച് കഴിഞ്ഞാൽ എമ്പുരാൻ ഹയസ്റ്റ് പൊട്ടിച്ചുള്ള കുറച്ച് സന്തോഷം, ലിയോ പോയതിൽ കുറച്ച് സങ്കടമുണ്ട്. അതേസമയം ലിയോയുടെ FD പൊട്ടിച്ചില്ലെങ്കിൽ ലിയോ അവിടെ ഉണ്ടല്ലോ എന്നുള്ള സന്തോഷവും എമ്പുരാൻ കയറിയല്ലോ എന്നുള്ള സങ്കടമുണ്ട്. രണ്ട് ഇതുകൊണ്ട് ആ രീതിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പിന്നെ ഇപ്പം എന്താ പറയുക, അത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഒരു എക്സ്പെക്റ്റേഷനൊക്കെ. എമ്പുരാൻ ഹയസ്റ്റ് FD ഇടുവോ, ലിയോ പൊട്ടിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പം ശരി.